ഹായ് ഓൾ, വെൽക്കം ടു മിസ്റ്റിക്കൽ മേക്സ് ഓഫ് ഫ്ലെയർ ക്രിയേറ്റീവിൻ്റെ ഒരു മിക്കി തീമിൽ വരുന്ന ഒരു സെറ്റാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു ഡ്രോയിങ് ബുക്ക്, പിന്നെ വുഡൻ പെൻസിൽ, ഇറൈസർ, ഷാർപ്നർ, സ്കെയിൽ, സ്കെച്ച് പെൻ, കളർ പെൻസിൽ, വാക്സ് ക്രയോൺസ്, ഓയിൽ പേസ്റ്റൽസ്, ഗ്ലിറ്റർ ജെൽ പെൻസും ഫൈൻ ലൈനേഴ്സും ആണ്. ഇത് 200 റുപ്പീസിനാണ് വരുന്നത്. ഞാനിത് 169 റുപ്പീസിന് ഓഫറിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല പുറത്തൊക്കെ നല്ലൊരു മിക്കി മൗസിൻ്റെ നല്ല ഭംഗിയുള്ളൊരു കവറൊക്കെ ആയിരുന്നു. സോ ഇത് സിപ്പ് ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് തുറന്ന് എടുക്കുവാണ്. ഇതിൻ്റെ അകത്ത് ആദ്യം ഉണ്ടായിരുന്നത് ഒരു 2 പെൻസിലും പിന്നെ ഒരു ഇറൈസറും ഷാർപ്നറിൻ്റെയും ഒരു സെറ്റായിരുന്നു. ആ ഇറൈസറിൻ്റെ പുറത്ത് ആ ഒരു മിക്കി മൗസിൻ്റെ ആ ഒരു കവറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി കിഡ്സിനൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റാണ്. ബിക്കോസ് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കുറഞ്ഞ പൈസയ്ക്ക് ഉണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് 2 ഗ്ലിറ്റർ പെന്നും 2 ഫൈൻ ലൈനേഴ്സും. ഫൈൻ ലൈനേഴ്സ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അത് നല്ലതായിരുന്നു. ബാക്കിയൊന്നും എനിക്കങ്ങനെ യൂസ് ചെയ്ത് നോക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ സാവകാശം എല്ലാം യൂസ് ചെയ്ത് കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓറഞ്ചും ഗ്രീനും പിന്നെ യെല്ലോ കളറൊക്കെ ആയിട്ടുള്ള ഷെയ്ഡ്സാണ് ഈ ഫൈൻ ലൈനേഴ്സും ഗ്ലിറ്റേഴ്സും വരുന്നത്. ആൻഡ് ദെൻ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പേസ്റ്റൽസ് ആണ്. ആക്ച്വലി ഇത് ഫസ്റ്റ് എടുത്തപ്പം തന്നെ എനിക്ക് ഇത് എവിടെ നിന്നാണ് പൊട്ടിക്കേണ്ടത്, എങ്ങനെയാണ് പൊട്ടിക്കേണ്ടത്, മുകളിൽ നിന്നാണോ താഴെ നിന്നാണോ സൈഡിൽ നിന്നാണോ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി സൈഡിൽ 2ഇടത്തും സെലോ ടാപ്പ് പൊട്ടിച്ചിട്ടുണ്ട്, ഇതാവാനായിരിക്കും ചാൻസ് കൂടുതലെന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഒരു ഫ്ലോപ്പ് എന്തെങ്കിലും ഒപ്പിക്കിച്ച് വയ്ക്കുന്നതുകൊണ്ട് ഇവിടെയും ഞാൻ ചെറുതായിട്ടൊരു പണി പറ്റിച്ചായിരുന്നു. അപ്പോൾ ഞാനത് തുറക്കുമ്പോഴേക്കും ഞാൻ തല തിരിച്ചാൽ തുറക്കുന്നത്, എന്നിട്ട് ഞാൻ അത് കാണാതെ അറിയാണ്ട് എടുത്തു. അപ്പോൾ വൈറ്റ് കളർ ഓയിൽ പേസ്റ്റൽസ് താഴെ വീണിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ ഇതൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കൂടെ പൊട്ടിയിട്ടില്ലായിരുന്നു, ഒന്ന് മാത്രമല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ആശ്വസിച്ചു. പിന്നെ ഇതിലോട്ട് വരുന്നത് നമ്മുടെ പെൻസിൽ കളേഴ്സാണ്. ഇത് 12 ഷെയ്ഡ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമ്മുടെ നോർമലുള്ള കളർ ഷെയ്ഡ്സാണ്. അപ്പോൾ ഞാനിതിൽ കൂടുതൽ കാണിച്ച് പറയുന്നില്ല, യൂഷ്വൽ ഷെയ്ഡ്സാണ്. സോ ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ആൻഡ് ദെൻ നമ്മളുടെ അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മളുടെ സ്കെച്ച് പെന്നാണ്. അപ്പോൾ ഇതും നമ്മുടെ നോർമൽ ഷെയ്ഡ്സ് തന്നെയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ച് പോകുന്നതേ ഉള്ളൂ. ഞാനെല്ലാം പിന്നെ യൂസ് ചെയ്ത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്രയോൺസ് ഉണ്ട്. ക്രയോൺസും 12 ഷെയ്ഡ്സ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. അപ്പോൾ ഇതിൻ്റെ കവർ നല്ല ഭംഗിയാണ് കേട്ടോ. ആ പുറത്തുള്ള ഒരു മിക്കി മൗസിൻ്റെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് വരുന്നതാണ് നമ്മളുടെ ഒരു ഡ്രോയിങ് ബുക്കും പിന്നെ ഒരു സ്കെയിലും കൂടെ വരുന്നുണ്ട്. ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ വലിയൊരു സ്കെയിലും പിന്നെ ഡ്രോയിങ് ബുക്ക് അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ളൊരു പേപ്പറാണ്. പിന്നെ ബാക്കിൽ നമുക്ക് കളർ അടിക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. പിന്നെ ഈ ഒരു സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഇതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതായിരുന്നു. അപ്പോൾ ഇത്രയും